ഇസ്രായേലിന്റെ ഓപ്പറേഷൻ റൈസിംഗ് ലൈനിൽ കൊല്ലപ്പെട്ട സൈനിക മേധാവിമാരുടെയും ആണവ ശാസ്ത്രജ്ഞരുൾപ്പെടെയുള്ള പൗരന്മാരുടെ അനുസ്മരണം ടെഹ്റാനിൽ നടന്നു. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. സുരക്ഷിതമെന്ന് കരുതിയ പല സ്വകാര്യ ഇടങ്ങളിലും കഴിഞ്ഞിരുന്ന ഇറാന്റെ മുതിർന്ന സേനാതലവന്മാരെയും ആണവ സയന്റിസ്റ്റുകളെയും വകവരുത്തിയ ഇസ്രായേൽ സൈനിക നടപടി ഇറാനെ ശരിക്കും പിടിച്ച് കുലുക്കിയിരുന്നു. ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് കഴിഞ്ഞ 12 ദിവസങ്ങളിലുണ്ടായ ഇസ്രായേലി വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്കാണ് ഇറാൻ തലസ്ഥാന നഗരമായ ടെഹ്റാനിൽ അനുസ്മരണം നടത്തപ്പെട്ടത്. ഇറാൻ പ്രസിഡന്റ് മൻസൂർ പെഷസ്കിയാനും ഖുദ്സ് ഫോഴ്സിന്റെ തലവൻ ഇസ്മായിൽ ഖാനിയും ചടങ്ങിൽ പങ്കെടുത്തു. ഇതിനോടകം ഇറാനിൽ ഓപ്പറേഷൻ റൈസിംഗ് ലൈനിന്റെ ഭാഗമായി 627 പേരാണ് കൊല്ലപ്പെട്ടത്. ഇസ്രായേലിൽ 28 പേരും. ഇറാനിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് കമാൻഡർമാർ, സൈനിക മേധാവികൾ ഉൾപ്പെടെ 60ഓളം വരുന്ന മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരെയും 11 മുതിർന്ന ആണവ ശാസ്ത്രജ്ഞരെയും ഇസ്രായേൽ വധിച്ചു. 900-ലധികം ലക്ഷ്യസ്ഥാനങ്ങളിൽ IDF ആക്രമണം നടത്തിയിരുന്നു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള സൈനിക കേന്ദ്രങ്ങളും ഇസ്രായേൽ തകർക്കുകയും ചെയ്തിരുന്നു. ട്രംപ് സമാധാനം പ്രഖ്യാപിച്ചതിനു ശേഷമാണ് ഇരു രാജ്യങ്ങളും വെടിനിർത്തലിലേക്ക് കടന്നുവന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.